ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ലഞ്ച് വ്ലോഗാണ്. ഇന്ന് ലഞ്ചിന് ഒരു സ്പെഷ്യൽ ഉള്ളത് കരിമീൻ കിട്ടി. അത് ഈ കരിമീൻ പള്ളത്തി എന്നൊക്കെ പറയത്തില്ല, ചെറിയ ടൈപ്പ് കരിമീനാണ്. അപ്പോൾ അതെന്തായാലും ഫ്രൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് ഫ്രൈ ചെയ്യും. പിന്നെ ആസ് യൂഷ്വൽ ചീരയുണ്ട്. എന്ന് ഞാൻ ലഞ്ച് വ്ലോഗ് എടുക്കാൻ ഇറങ്ങിയോ അന്നെല്ലാം ചീരയുള്ള ദിവസമാണ്. അതെന്താണെന്നറിയത്തില്ല, ചീരയില്ലാത്ത ദിവസം ഇനി ഞാൻ ചീരയില്ലാത്ത ദിവസം നോക്കിയെടുക്കും. മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചയിൽ ഒന്നരാടും ഈ ചീര സംഭവം ഉണ്ട്. ചീര എടുക്കും, അതാണ് കൂടുതലും. പിന്നെ ചീര ഞാൻ വിചാരിച്ചു മാങ്ങ ഇരിപ്പുണ്ട്, പച്ച ചീരയാണ്. അപ്പം അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് ഘനമുള്ളതാണ്, മൂത്തതായിട്ടും അല്ല, ഇച്ചിരി ഘനമുള്ള തണ്ടൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിയൽ ഉണ്ടാക്കാമെന്ന്. ചീര അവിയൽ, ചുമന്ന ചീര വെച്ചാണ് സാധാരണ അവിയൽ ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ. പച്ച ചീര വെച്ച് ഉണ്ടാക്കും, പക്ഷെ എന്നാലും കൂടുതലും നല്ലത് ചുമന്ന ചീര വെച്ച് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് ആ തണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അവിയൽ വെച്ചാലെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ പച്ചച്ചീര അവിയലും. പിന്നെ ഒഴിക്കാനായിട്ട് ഇന്ന് മത്തങ്ങയും ചെറുപയറും കൂടെ ഒരു എരിശ്ശേരി വെക്കാം. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തിട്ട എരിശ്ശേരിയല്ല, നമ്മുടെ സദ്യയുടെ എരിശ്ശേരിയല്ല. ഞാൻ നേരത്തെ ഒരു ചേന എരിശ്ശേരി വെച്ചിരുന്നു, ആ ടൈപ്പല്ല. ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഓമയ്ക്കയും പയറും കൂടെ ഒക്കെ വെക്കും. അത് ഞാൻ മത്തങ്ങയും പയറും കൂടെ വെക്കുകയാണ്. ഈ ഓമയ്ക്കയും പയറും കൂടെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചൊരു എരിശ്ശേരി, വറുത്തെടുത്തൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ ഒരു ടൈപ്പ് എരിശ്ശേരി വെക്കാം. അതും മീൻ വറുത്തതും ചീരവിയലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മത്തങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്ക് ടൈപ്പ് മത്തങ്ങയാണ്, മറ്റേ മഞ്ഞ നിറത്തിലുള്ള ചെറിയ മത്തങ്ങ. മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് മത്തങ്ങ ഇവിടെ വളരെ അപൂർവേ കിട്ടാറുള്ളൂ. അപ്പം അത് ആദ്യം ഞാൻ ചെറിയ കത്തി വെച്ച് മുറിച്ചു, അത് പറ്റിയില്ല. പിന്നെ ഞാൻ വലുതെടുത്ത അവസാനം. ഇതിൻ്റെ ഈ തോട് ഭാഗത്തിന് ഭയങ്കര കട്ടിയല്ലേ ഈ മത്തങ്ങയുടെ. ഇനി ഞാനിത് മൊത്തം അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത്രയൊന്നും എടുക്കുന്നില്ല എരിശ്ശേരി വെക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ആ ഒരു പകുതി മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് വെക്കാം. പിന്നെ വല്ല പച്ചടിയോ അല്ലെങ്കിൽ സാമ്പാറിനകത്തൊക്കെ എടുത്ത് ഇടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മുഴുവനും അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മത്തങ്ങയൊക്കെ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയറും മത്തങ്ങയും കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വേവിക്കാം. ഇപ്പോൾ ഒരു അരക്കപ്പ് ചെറുപയറേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗം മത്തനും കൂടെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി നോക്കിയപ്പോൾ അത് തീർന്നിരിക്കുക. അതൊക്കെ പൊട്ടിച്ചിട്ടു, പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം വെന്ത് കിട്ടും. ഇനിയും അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. പച്ചച്ചീര അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഞാനൊരു 2-3 ആഴ്ച മുമ്പ് എടുത്ത ഒരു വീഡിയോയാണ്. ഇത് ഞാൻ ഓർത്തേ ഇല്ല ഇതിങ്ങനെ എൻ്റെ കയ്യിൽ കിടപ്പുണ്ടെന്നുള്ളത്. ഞാൻ ചില സമയത്ത് നമുക്ക് കുറച്ച് മൂഡ് വരുമ്പം കുറേ വീഡിയോകളെടുത്ത് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പം അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാനിപ്പം ആണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഇടാമെന്ന്. ഇതെടുത്തിട്ട് കുറേ ദിവസം വെച്ചാൽ ഏകദേശം ഒരു 3 ആഴ്ച കൂടുതലായിട്ടുണ്ട്. ഏകദേശം 1 മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ഇടാൻ വിട്ടുപോയൊരു ലഞ്ച് വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇവിടെ പച്ചച്ചീര അവിയലിന് വേണ്ടിയിട്ടുള്ള ചീരയിലയൊക്കെ എടുത്ത് വെക്കുവാണ്. ഈ ചീരയില എനിക്ക് കണ്ടപ്പം കുറച്ച് എന്നാൽ അധികം മൂത്തിട്ടുമില്ല, ഭയങ്കര ഒരു എല്ലാത്തിനും ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്. അതിൻ്റെ സെയിം കിട്ടുന്ന അതേ ഇല തന്നെയാണ്, എപ്പോഴും കിട്ടുന്ന ഇല തന്നെയാണ്, പക്ഷേ ഇലയ്ക്കൊക്കെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്. ഞാൻ വിചാരിച്ച അവിയൽ വെച്ച് നോക്കാമെന്ന്. പക്ഷേ ചീരത്തണ്ടൊക്കെ നല്ലപോലെ വേകുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ ഈ മുരിങ്ങയ്ക്ക ഇരിപ്പില്ലായിരുന്നു. മുരിങ്ങയ്ക്ക ഇതിനകത്ത് ഇട്ടാൽ നല്ലതായിരുന്നു ഈ പച്ചച്ചീര അവിയൽ വെക്കുമ്പം. അപ്പം മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലതാണ്. അപ്പം ഞാൻ ഇളത്ത ഭാഗമുള്ള തണ്ടെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ വെച്ചു. അതിൽ ഈ വേരിനോട് ചേർന്ന ഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ മുരിങ്ങയ്ക്ക പോലെ ആക്കി വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാധാരണ ചുമന്ന ചീര അവിയലൊക്കെ വെക്കുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. വേരിനോട് ചേർന്ന ഭാഗം നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിടും. ബാക്കി ഇളത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇലയുടെ കൂട്ടത്തിൽ അങ്ങ് വയ്ക്കും. അപ്പം ഞാൻ അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക്
ബാക്കി പരിപാടികൾ ഞാൻ അരി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനങ്ങ് വാർക്കാമെന്ന് വിചാരിച്ചു. വാഷ്റൂരി ഞാൻ അവിടെ തന്നെ അവിടെ വെച്ച് തന്നെ അങ്ങ് വാർക്കുകയാണ്. ഞാൻ അരി വാർത്ത് വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമുക്ക് ആദ്യം ചീര അവിയലിന് വേണ്ടിയിട്ടുള്ള ചീരയൊക്കെ കൂടെ വേവിച്ച് വെക്കാം. അപ്പോൾ ആദ്യം തണ്ടാണ് ഞാൻ ഇടുന്നത്. തണ്ട് അടിയിലിട്ടിട്ടാണ് ഇല മുകളിലിടുന്നത്. അപ്പം എൻ്റെ പാത്രത്തിനേക്കാട്ടിലും കുറച്ച് വലിപ്പം കൂടിപ്പോയി ഞാൻ ഇട്ട് വെച്ചപ്പോൾ. പക്ഷേ ഈ ചീര ഇല ആയതുകൊണ്ട് ഒതുങ്ങും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഒതുങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, നല്ലപോലെ വെള്ളം ഇറങ്ങുകയും ചെയ്യുമല്ലോ. അപ്പം ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, ആ പാത്രത്തിലും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചേർത്തില്ല. ഈ ചീരയിലയും തണ്ടും ചേർത്തിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചു. അപ്പം കുറച്ചൊന്ന് ഒതുങ്ങുമല്ലോ. ഒതുങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാമെന്ന്. അപ്പം നമ്മൾ മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം വെച്ചു. അത് ഒരു 4-5 വിസിൽ, 5-6 വിസിൽ അടിച്ചിട്ട് കുറച്ച് വെന്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ചീര ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. വെന്തതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാമെന്ന്. അല്ലെങ്കിൽ ആദ്യം തണ്ടൊന്ന് വേവിച്ചിട്ട് തണ്ടൊരു 3/4 വേവാകും ചീരയിൽ ചേർത്താലും മതിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇച്ചിരി സമയമില്ല, വേഗം കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ പിന്നെ എല്ലാം കൂടെ അങ്ങ് ചേർത്തു. ഇനി ഇത് വെന്തിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മാങ്ങയും കൂടെ ചേർക്കാം. മാങ്ങ ഇപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് വെന്തളിഞ്ഞങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് ഇതിനകത്തേക്ക് അങ്ങ് ചേരും. അപ്പം അങ്ങ് പുളി ചിലപ്പോൾ ഓവറാകും. അപ്പം മാങ്ങ ആ കഷ്ണമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെന്തിട്ട് ഇതൊരു 3/4 വേഗം ആവുമ്പോൾ മാങ്ങ ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ അരപ്പരയ്ക്കണം, അതിൻ്റെ അരപ്പരയ്ക്കണം. നമുക്ക് മീൻ വറക്കാനുള്ള പുരട്ടി വെക്കണം. അപ്പം ഇപ്പം നമുക്ക് മീൻ വറക്കാനുള്ളത് പുരട്ടി വെക്കാം. മീൻ കരിമീനാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അത് സാധാരണ ഇതൊക്കെ തന്നെ, വലിയ സ്പെഷ്യലായിട്ടുള്ള മസാല ഒന്നുമില്ല. ഞാനിപ്പോഴും ഒരേ മസാലയാണ്. എനിക്ക് ചെറിയുള്ളി, കുരുമുളക്, ഇഞ്ചി. ഇപ്പം കരിമീനൊക്കെ ആണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക്, മുളക് പൊടി, ഇത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് അരച്ച് പുരട്ടി വെക്കുക. അപ്പോൾ അത് ഞാൻ എല്ലാം അങ്ങ് പുരട്ടി വെക്കുകയാണ്. അത് കറി വയ്ക്കാനൊന്നും പറ്റുന്ന വലുപ്പമല്ല. ഇച്ചിരി വലുതാണെങ്കിൽ കറിയൊക്കെ വയ്ക്കാം, ചെറുതാണ്. നമുക്കതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് 3-4 ചെറിയുള്ളിയും ഒരു മീഡിയം പീസ് ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒന്നോടുള്ള കുരുമുളകും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പുരട്ടുന്ന അത് മുഴുവനും കിട്ടിയില്ല. കാരണം അപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോയിരുന്നു. അപ്പം പിന്നെ ഉള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഞാനത് പുരട്ടി എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഈ ചീരയുടെ ആ ഭാഗം തൊട്ടാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മാങ്ങ ഇട്ടു. ചീര ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും മാങ്ങ ഇട്ടു. ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഇത് മത്തനും പയറും കൂടെ ഉള്ള എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചെറിയതും 3-4 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പച്ചമുളകും ജീരകവും ചേർത്തില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് അരച്ച് ഇതിലേക്ക് ചേർത്ത് ഇനി ഇതൊന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത അരപ്പ് റെഡിയാക്കാം. അവിയലിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇതുപോലെ ഞാൻ 1 അര-3/4 കപ്പ് തേങ്ങ ചിരകിയതും 3-4 ചെറിയുള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകത്തിന് മാത്രം മതി. അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡിയായി. അത് ഈ വെന്ത ചീരയിലേക്ക് ചേർത്ത് അടച്ച് വെച്ച് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞാൽ ചീര അവിയലും റെഡിയായി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ആവി കയറ്റിയാൽ മതി. അപ്പം നമ്മുടെ ചീര അവിയലും റെഡിയായി. അങ്ങനെ ഇനി നമുക്ക് മീൻ വറുത്താൽ മാത്രം മതി. അപ്പം ഞാൻ എരിശ്ശേരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കുക്കറിൽ നിന്ന്. ഇത് എന്തായാലും 2 ദിവസത്തേക്കുള്ളത് കാണും. അപ്പോൾ ആ രീതിയിലാണ് മിക്കവാറും ഞാൻ ഒഴിച്ചുകറികൾ വെക്കുന്നത്. അപ്പോൾ
നമ്മുടെ ചീര അവിയലും ഇവിടെ റെഡിയായി. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയലും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറക്കാം. മീൻ ഇപ്പോൾ ഏകദേശം 1/4 മണിക്കൂറായി കാണണം പുരട്ടി വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ എണ്ണയ്ക്കകത്തിട്ട് അപ്പുറവും ഇപ്പുറവും മൂപ്പിച്ചെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മീൻ വറക്കാൻ ഇപ്പോൾ ഇത്ര വലിയതായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഊണൊക്കെ റെഡിയായി. ചോറിൻ്റെ കൂടെ നമ്മുടെ പച്ചച്ചീര അവിയൽ, മത്തങ്ങയും പയറും കൂടെ ഉള്ള എരിശ്ശേരി, അതാണ് ഒഴിച്ച് കറിക്ക്. മോരും ഒന്നുമില്ല ഇന്ന്. പിന്നെ നമ്മുടെ കരിമീൻ വെള്ളത്തിൽ വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.